ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1. അപ്പോൾ ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതെടുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ്. ദ മൗസ് ആൻഡ് ബട്ടർ കപ്പാണ്. ഇന്നസെൻസ്, ദ സ്കങ്ക് ആണ്. സ്കങ്ക് ആൻഡ് മംഗോളിയ, പ്രൊട്ടക്ഷൻ, ഷീപ്പ് ആൻഡ് ബ്ലാക്ക്ബെറി, ഡിവോഷൻ, porcupine and anemone, boundaries. The goat and willow ആണ്. ഓവർകം ഒബ്സ്റ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ തടസ്സങ്ങളിൽ നിന്നും ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ ചില കാര്യങ്ങൾ നമുക്ക് നടക്കാതിരുന്നെങ്കിൽ, അതിൽ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ആ തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ഒരു എനർജി എന്നുള്ളത്. നമുക്ക് ഈ ടാരോ കൂടി വെച്ചിട്ട് നമുക്ക് പറയാം. ഫൈവ് ഓഫ് ഹാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു തടസ്സത്തിൻ്റെ കാർഡാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സം, ചിലപ്പോൾ നിങ്ങൾ ഈ സമയം ഒരു തടസ്സത്തിലായിരിക്കാം, ഒരു തർക്കത്തിലായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഒരു മത്സരത്തിലായിരിക്കാം, നിങ്ങളോട് മത്സരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ മത്സരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നമ്മളുടെ ഒരു ബോട്ടം കിട്ടിയത് ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നിന്നും തടസ്സത്തിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഫസ്റ്റിൽ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഒരു തടസ്സം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു മത്സരം ഉണ്ടാകും, കുറച്ച് ആൾക്കാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ദൈവാധീനം ഉണ്ട് എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ജയത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ ആരും നിങ്ങളോട് മത്സരിച്ചാലും ആ മത്സരം ഒന്നും ഒരു ഫലത്തിലെത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമായിരിക്കും ഇന്ന് നടക്കുന്നത്. മറ്റുള്ളവർ ഇന്ന് നിങ്ങളോട് ഒരു വൈരാഗ്യത്തോടെയൊക്കെ പെരുമാറിയാൽ പോലും നിങ്ങൾക്ക് ഒരു വലിയ ഇത് തോന്നാനുള്ളൊരു സാധ്യതയില്ല. നിങ്ങളുടെ കാര്യം നോക്കി പോവും. ഫിനാൻഷ്യലി ഇന്ന് വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്ട്രഗിളും നമ്മളുടെ ശാരീരികമായ അസ്വസ്ഥതകളുമാണ്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഇന്ന് ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടും വരാനുള്ളൊരു സാധ്യതയില്ല. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കമാണ്. അപ്പം നിങ്ങൾ ഒരു വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ ഓഗസ്റ്റിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ മന്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, കൊടുത്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, അച്ചീവ് ചെയ്യാനുള്ള ഗോളുകളുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ
ഇതിൽ മൗസ് ആൻഡ് ബട്ടർ കപ്പ് വന്നിട്ടുണ്ട്. ഇന്നസെൻസ് ആണ് ഇത്. പേജ് ഓഫ് കപ്സും ഒരു ഇന്നസെൻസിന്റെ ഒരു കാർഡാണ്, ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഒരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു ഇന്നസെൻസിനെ മറ്റുള്ളവർ മുതലെടുക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്ന ഗൈഡൻസ്. അപ്പം നമ്മൾ ഇന്നസെൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് എത്താതിരിക്കുക. കാരണം നമ്മൾ എന്താണ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് റിവീൽ ചെയ്യാതിരിക്കുക. പലപ്പോഴും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തി ഇത്രയേ ഉള്ളൂ. അപ്പം എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, നമ്മളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായും മറ്റൊരാളിന് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുക. അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെ ചിലപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മളുടെ അടുക്കുന്ന കുറേ ആൾക്കാർ, ചിലപ്പോൾ അത് സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം, സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും നമ്മൾ എന്താണെന്ന് പൂർണ്ണമായും മറ്റൊരാളിന് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് ഇന്നസെൻസ് വന്നത്. അപ്പോൾ ആ ഇന്നസെൻസ് എന്ന് പറയുന്നത് നമ്മളെ നിഷ്കളങ്കത മറ്റുള്ളവർ ചൂഷണം ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പം അത് കൂടുതൽ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട, അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നസെൻസ് വേണ്ടെന്നല്ല, അത് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കുക. 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതിലൊരു കാത്തിരിപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ട്രാവലിനെ കുറിച്ച് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ആ കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത്, നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളിലേക്ക് അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഇതും 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ വേണ്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഫെയർ അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വിട്ട് കളയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നമുക്കൊരു മൂല്യവും തരാത്ത ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. അവിടെ നിന്ന് നമ്മൾ വിട്ടു പോകുന്നതാണ് നല്ലത്. വീണ്ടും ബെഗ് ചെയ്ത് ഞാനൊന്ന് നിന്നോട്ടെ, എന്നെ ഒന്ന് കാണൂ എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളുടെ സോൾ യഥാർത്ഥത്തിൽ അത് അത്രയും തൃപ്തികരമായിട്ടല്ല അവിടെ ഇരിക്കണത് എന്നുള്ളതാണ്. നമ്മളുടെ സോൾ പവറിൽ ഇരിക്കാൻ ശ്രമിക്കുക. അത് നമ്മളെ വേണ്ടത്ര രീതിയിൽ നമ്മളുടെ വാല്യൂ മനസ്സിലാക്കാതെ, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു മൂല്യവും തരാതെ, നമുക്കൊരു പ്രാധാന്യവും തരാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകാനുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഒരിക്കലും എനിക്കൊരു മൂല്യവും തരാൻ പോണില്ല. അപ്പം നിങ്ങളെക്കാളേറെ വേറെ പല കാര്യങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഒരു മാറിപ്പോകാനുള്ള ഒരു തീരുമാനം, അത് നിങ്ങൾ കുറേ ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കാം. അത് നിങ്ങൾ മാറിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതിരിക്കുക, ചില റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കാതിരിക്കുക, ചില സിറ്റുവേഷൻസിൽ നമ്മൾ കുടുങ്ങിക്കിടക്കാതിരിക്കുക. നമ്മൾ കംഫർട്ട് സോൺ ഒന്ന് ഭേദിച്ച് പുറത്തു പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാനും നമുക്ക് പേടിയാണ്. ഇതെൻ്റെ കംഫർട്ട് സോണാണ്, ഇത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ, അങ്ങനെയുള്ള ചിന്തകൾ മാറ്റി നമ്മളുടെ കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തു പോയാൽ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പറ്റൂല, പക്ഷേ നമ്മൾ അവിടെ ചെന്നത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നൊരു ബൗണ്ടറി, നിങ്ങളുടെ ഇതേ പറ്റുള്ളൂ എന്നുള്ളൊരു ബൗണ്ടറി മാറ്റുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ്. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ട്രാവലാണ്. ഇതിലിപ്പോൾ ഒരു 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ മൂല്യം തരാത്ത ആൾക്കാരുടെ അടുത്തിൽ നിന്ന്, നിങ്ങളെ ഒരുപാട് ട്രബിൾ ചെയ്യുന്ന ആൾക്കാരുടെ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു, നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ തീരുമാനിച്ചു, അങ്ങനെയാണ് കാണുന്നത്. അത് വളരെ പ്രൊട്ടക്ഷനോട് കൂടിയാണ്. ഈ ഒരു സ്കങ്ക് ആൻഡ് മഗ്നോലിയ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്ഷൻ്റെ ഒരു കാർഡാണ്. അപ്പം നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട്
മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, നിങ്ങൾക്ക് ഒരിക്കലും മനസ്സമാധാനം തരാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം, ചിലപ്പോൾ വീട് മാറിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് മാറിപ്പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓർമ്മകൾ ഹോണ്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്ന് നിങ്ങൾ മാറിപ്പോകാനുള്ള ഒരു തീരുമാനമെടുത്തു എന്നാണ് കാണുന്നത്. അപ്പം അത് വളരെ സക്സസ്ഫുള്ളി, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട്, അതാണ് ഇതും പ്രൊട്ടക്ഷൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ യാത്രകളിലൊക്കെയും ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഷീപ്പ് ആൻഡ് ബ്ലാക്ക്ബെറിയാണ് ഡിവോഷൻ. അപ്പോൾ ശരിക്കും നമ്മളുടെ ഭക്തിയും വിശ്വാസവും നമ്മളെ ഒരുപാട് രക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ എല്ലാവരും തന്നെ പൊതുവെ ഒരു ഏകദേശം ആൾക്കാരും വളരെ വലിയ ഭക്തിയുള്ള ആൾക്കാരാണ്, ഡിവോഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് അവരെ ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ തുടർന്ന് കൊണ്ടുപോവുക. ഭക്തി എന്ന് പറയുന്നത് അത് ശരിക്കും നിങ്ങളെ ഒരു പിടിവള്ളിയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മളൊരു വലിയ സ്ട്രഗിളിൽ പെടുമ്പോൾ എനിക്ക് ആരെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, ആ ഒരു ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഭക്തി വേണം എന്നുള്ളതാണ്. ഇതിനകത്ത് ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു നിങ്ങളെ നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെക്കാളേറെ സ്നേഹിച്ച ഒരു വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ വളരെയധികം സ്ട്രഗിളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയതായിരിക്കും. എന്ത് തന്നെയായാലും ഇന്നത്തെ ദിവസം അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നു, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങളെപ്പറ്റി നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചാരിയറ്റാണ്. അപ്പോൾ ഇന്ന് വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ ഇന്ന് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെയും വിജയം കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ശക്തിയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ഇമോഷനെയും നിങ്ങളുടെ ആ ഒരു ഈഗോയും ഒക്കെ ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. ഒന്നിലും കൂടുതൽ അഡിക്റ്റഡ് അല്ലാതെ എന്നാൽ എല്ലാം കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ചാരിയറ്റ്. വിക്ടറി ആണത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സ്പീഡാണ് ഈ ഒരു എനർജിക്ക്. പിന്നെ ഇതിൽ ബൗണ്ടറി വന്നിട്ടുണ്ട്. പോർക്കുപൈൻ ആൻഡ് എനിമോനാണ്. അപ്പോൾ ബൗണ്ടറി വന്നിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ബൗണ്ടറി വെക്കണം എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത തുറന്നു പറച്ചിലുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പുതിയൊരു സുഹൃത്തിനെ കണ്ടാൽ പോലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന അത് ഒന്ന് ശരിക്കും അത് നിർത്തുന്നതാണ് നല്ലത്. നിങ്ങൾ വളരെ വലിയ പെയിനിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു എന്തെങ്കിലും ഒരാളോട് തുറന്നു പറയുമ്പോൾ വളരെ ഒരു റിലീഫാണ് അത് കിട്ടുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അത് പിന്നീട് നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ തുറന്നു പറഞ്ഞതുകൊണ്ട്, ഒരാളിനോടൊരു കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും സംഭവിക്കാൻ പോകണില്ല, നമുക്ക് ദോഷം മാത്രമേ സംഭവിക്കുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. പലർക്കും ഒരു ഇതാണ്, ഒന്ന് തുറന്ന് സംസാരിക്കട്ടെ. തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറയണം, നമുക്കൊന്ന് ഓപ്പൺ അപ്പ് ആവണമെങ്കിൽ നമ്മൾ എഴുതുക. നമ്മൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് നമ്മളുടെ കാര്യങ്ങളെല്ലാം എഴുതി കത്തിച്ച് കളയുക. അത് ഒരാൾ കേട്ടതായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. നമ്മളുടെ രഹസ്യങ്ങളാക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഈ ഉള്ളൊരു സുഹൃത്തെന്ന് പറയുന്നത് നാളെ ആ സൗഹൃദം നിലനിർത്തണമെന്നില്ല. അപ്പോൾ അത് പിന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടി വരും, വളരെ വലിയ ശത്രുക്കളാകേണ്ടി വരും, നമുക്ക് അവരെ ഭയപ്പെടേണ്ടി വരാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ക്വീൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ധൈര്യവും തൻ്റെയും ഒക്കെ വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൽ നിങ്ങൾ ഇമോഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ ആണെങ്കിൽ ഭയങ്കര കടപ്പാടാണ് മറ്റു വ്യക്തികളോട്. അയ്യോ ആ വ്യക്തി അങ്ങനെ അന്ന് ചെയ്തതാണ്, അല്ലെങ്കിൽ എന്നെ അങ്ങനെ സഹായിച്ചതാണ്, ആ ഒരു സമയത്ത് എന്നെ കൈപിടിച്ചതാണെന്നൊക്കെ വിചാരിച്ച് അവരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അവരെന്ത് ചെയ്താലും ഈ ഒരു ഇമോഷൻ്റെ പേരിൽ നമ്മൾ അവർക്ക് താന്നു കൊടുക്കും. കാരണം കമ്മിറ്റഡ് ആണ് നമ്മൾ ആൾറെഡി. അവർ ചെയ്തു തന്ന ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ അവരിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം അവർ വെറുതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിലിരിക്കട്ടെ, അത് ശരിയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ഒരിക്കലും അവര് വീണ്ടും നമ്മൾ അവരുടെ അടിമയാകാൻ പോകാതിരിക്കുക. നമ്മളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇന്ന് അങ്ങനത്തെ ഒരു തീരുമാനം ഇന്ന് എടുക്കുമെന്നാണ് കാണുന്നത്. ദ മജീഷ്യനാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ മാജിക് ഉണ്ടെന്നുള്ളതാണ്. എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കും പറ്റും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, ഇതെല്ലാം പറ്റും. പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് സോഡും ക്വീൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി നിങ്ങൾ ഇന്ന് ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇമോഷനെയൊക്കെ ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്, ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്കൊന്ന് ടീ ലീഫിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. ചെയിനാണ്. ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ലൈഫാണ്. അപ്പം ഈ സമയത്ത് കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയത്ത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ കുട്ടികളുടെ കാര്യമായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് എന്നാണ് കാണുന്നത്. ഓൾഡർ വുമൻ ആണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ഓൾഡർ വുമൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സുപ്പീരിയർ ഓഫീസർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ കുറച്ച് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരാളായിരിക്കാം. അവരുമായിട്ട് ഇന്നൊരു ഡീൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. യങ്ങർ വുമനും വന്നിട്ടുണ്ട്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർ വുമൻ. അപ്പം നിങ്ങളുടെ പ്രായത്തിന് താഴ്ന്ന ഒരാളുമായിട്ടൊരു ഡീലിംഗ് ഉണ്ടാകുമെന്നും കാണുന്നുണ്ട്. ഹാൻഡാണ്. ഇൻഡീഡ് ഹെൽപ്പ്, അസിസ്റ്റൻസ് ഓർ ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് ഒരു ഹെൽപ്പും അസിസ്റ്റൻസും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു കൈ സഹായത്തിന് ആളുണ്ട് എന്നുള്ളതാണ്. ഗ്രാസ് ഓപ്പറാണ്. സിറ്റുവേഷൻസ് ഇൻ ദ ബാലൻസ് ആൻഡ് റിക്വയർ കെയർഫുൾ ഡീലിങ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യം, നിങ്ങൾ ഈ കടന്നു പോകുന്ന ഒരു സാഹചര്യം കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ പ്രൊവോക്ക് ചെയ്യരുത്. ഇപ്പം എന്താണോ പ്രശ്നം നടക്കുന്നത് അതിനെ ആരോടും ആരെയും നിങ്ങൾ പ്രൊവോക്ഡ് ആക്കരുത്. ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ പോലും നിങ്ങൾ ഇത് പ്രൊവോക്ഡ് ആക്കാതിരിക്കുക, പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ പ്രൊവോക്ഡ് ആക്കുമ്പോൾ അതും ചെയ്യാതിരിക്കുക. മറ്റുള്ളവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനും പ്രൊവോക്ഡ് ആക്കാനും ഒന്നുള്ളൊരു അവസരവും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. മനസ്സിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ക്യാമലാണ്. പെർസിയർ ആൻഡ് യുവർ ഓവർകം പ്രോബ്ലംസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബുള്ളാണ്. ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ, ഷോ സ്ട്രെങ്ത് ആൻഡ് ആറ്റ് ഫോർട്ടിറ്റ്യൂഡ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എനിക്ക് പുറകോട്ടൊന്നും നിൽക്കേണ്ട, എൻ്റെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ തോന്നാം. പക്ഷേ അതൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അത് ഇന്ന് ആ ഒരു നമ്മൾ കൺട്രോൾ വിട്ട ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഫെയർ വുമൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ഫെയർ വിമനുമായിട്ടൊരു ഡീലിങ്സ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു കരിയറിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളോ നിങ്ങളുടെ കൊളീഗോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കോവർക്കറോ ഒക്കെ നിങ്ങളെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അപ്പം അത് നിങ്ങളൊന്ന് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.
ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.